ലോക സഞ്ചാരങ്ങളിലൂടെയും അതിന്റെ വിവരണങ്ങളിലൂടെയും മലയാളികളുടെ മനസ്സ് കവർന്ന പ്രശസ്ത വ്യക്തിയാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. ലോകത്തിലെ പല നാടുകളിൽ സഞ്ചരിക്കുകയും പല സംസ്കാരങ്ങൾ മനസ്സിലാക്കുകയും അവയൊക്കെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യുന്ന ശ്രീ സന്തോഷിനെ മലയാളികൾ ഏറെ സ്നേഹിക്കുന്നു. എന്നാൽ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നയങ്ങളെ എതിർത്ത് സംസാരിക്കുകയാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒട്ടും തന്നെ ആരോഗ്യകരമല്ല എന്നും അതിനുള്ള കാരണങ്ങൾ സംസ്ഥാനത്തിന് പണമുണ്ടാക്കേണ്ട യഥാർത്ഥ മേഖലകളിൽ ഫോക്കസ് ചെയ്യാത്തതാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. മദ്യം വിൽപ്പന ഒരു സംസ്ഥാനത്തിന്റെ പണിയാണോ? എങ്കിൽ പിണറായി ഗവൺമെന്റ് അപ്രൂവ്ഡ് ഡാൻസ് ബാർ കൂടി തുടങ്ങേണ്ടി വരും എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. തമിഴ്നാട്ടിൽ നിറയെ കോടീശ്വരന്മാരാണ് എന്നും തന്റെ കുട്ടിക്കാലത്ത് ബംഗാളികളെ പോലെ തമിഴരായിരുന്നു ഇവിടെ ജോലിക്ക് വന്നിരുന്നത് എന്നും എന്നാൽ ഇന്ന് അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്നും മലയാളികൾ അങ്ങോട്ട് പോയി പണിയെടുത്തു കൊടുക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇത് മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും കഴിവില്ലായ്മയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. സംരംഭകരെ ഒന്നും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനാലാണ് മദ്യം വിറ്റ് ജീവിക്കേണ്ട ഗതികേട് കേരളത്തിനുണ്ടായത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ വ്യഭിചാരശാലകൾ കൂടി തുടങ്ങേണ്ടി വരും എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശുദ്ധമായ മണ്ടത്തരമാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. സംരംഭകർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകുകയും ഇൻവെസ്റ്റേഴ്സിനെ കേരളത്തിലേക്ക് ആകർഷിക്കുകയുമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനം വിപുലീകരിക്കുവാൻ വേണ്ടി ഒരു ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നയം എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.